പറഞ്ഞമ്മ. പിന്നെ രാവിലെ 5 മണിക്കാണ് പറഞ്ഞത് സിസേറിയൻ ചെയ്യണം. അങ്ങനെ എല്ലാം അവരൊക്കെ ഇഞ്ചക്ഷൻ എടുത്ത് ട്യൂബൊക്കെ ഇട്ട് ഒരുപാട് പ്രൊസീജിയറൊക്കെ എല്ലാം ചെയ്ത് രാവിലെ 7 മണിക്ക് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. എന്നെ അച്ഛടുത്ത് ഊപ്പൊക്കെ മേടിച്ചിട്ട് സർജറി ചെയ്ത ഇടത്തിൽ കൊണ്ടുപോയി. പിന്നെ അവിടെ പോയിട്ട് അനസ്തേഷ്യ ഡോക്ടർ എന്തൊക്കെ അസുഖമുണ്ട്, ഏതെങ്കിലും ഇതുകൊണ്ട് അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് തോന്നി എല്ലാം. പിന്നെ അനസ്തേഷ്യ ഡോക്ടർ കണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് ഒരു 10 മിനിറ്റിനകത്ത് മയക്കം വന്ന്. പക്ഷെ ഉറങ്ങിച്ചില്ല, ശരീരം മാത്രം മൊത്തം മറുത്ത പോലായി, മരവിച്ച പോലായി. പിന്നെ ഡോക്ടേഴ്സൊക്കെ വന്ന്, ചീഫ് ഡോക്ടറാണ് MD വന്ന് സർജറി ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ചൊവ്വാഴ്ച കഴിഞ്ഞല്ലേ. അപ്പൊ അത് നിനക്ക് അറിയാൻ പറ്റുമായിരുന്നാ? സംസാരിക്കുന്നിടത്ത് എല്ലാം അറിയാൻ പറ്റും. പക്ഷെ നല്ല ഒരു ഇത് കാണില്ല, അരമയക്കത്തിൽ അങ്ങനെ വേദന ഒന്നും കാണില്ല. വേദന സർജറി കഴിഞ്ഞ് ഇതുപോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുടക്കം വേദന. സഹിക്കാൻ വയ്യാതെ വേദനയാണ്. സർജറി കഴിഞ്ഞത് എല്ലാ വേദനയും അപ്പോൾ അറിയാം. അപ്പോൾ ഉടനെ സിസ്റ്റർമാർ സ്പീഡിന് വന്ന് ആ വേദനയുടെ ഇഞ്ചക്ഷൻ ഇടുക. ഇട്ട ഉടനെ ഇത്തിരി ആശ്വാസം. പിന്നെ കൊച്ചിനെ കണ്ടപ്പോൾ നമുക്ക് ചിരിക്കും. കൊച്ചി നല്ല സൂപ്പർ കൊച്ചാണ്, എന്നെ പോലെ ഇല്ല, നല്ല ഗേൾ ബേബിയാണ്. സന്തോഷം ഉണ്ടായിരുന്നു, വേദനയിൽ സഹിച്ച്. ആദ്യമേ കാണിച്ച എടുത്ത കൊച്ചിനെ എടുത്ത ഉടനെ കാണിച്ച് പെങ്കൊച്ചാണ്. അങ്ങനെ കാണിച്ച് ഞാൻ കണ്ട് നമുക്ക് അറമയക്കല്ല, അങ്ങനെ കണ്ട് ഉടനെ കൊണ്ടുപോകും. അപ്പം അവിടെ വെച്ച് ക്ലീൻ ചെയ്യാൻ, കുളിപ്പിക്കാൻ എല്ലാം ചെയ്യും. അവിടെ വെച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് പുറത്ത് ആൾക്കാർക്ക് കാണിക്കുക. പിന്നെ വീണ്ടും കൊണ്ടുപോയിട്ട് വീണ്ടും ഡ്രസ്സൊക്കെ ഇട്ട് വീണ്ടും ഒന്നുകൂടെ റെഡിയാക്കും കൊച്ചിനെ. അവിടെ വെച്ച് കുറച്ച് പിന്നെ വീണ്ടും അങ്ങനെ കാണിച്ച്. ആദ്യമായിട്ട് ആരെടുത്തത് കൊച്ചിനെ എടുത്തത് ഡോക്ടറാണ്. ഡോക്ടറല്ല, അതിനുശേഷം നമ്മളെ ഫാമിലി അച്ഛനും ആയമ്മ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇല്ല. അച്ഛനൊക്കെ കണ്ടിട്ട് കൈയൊക്കെ എടുക്കാൻ പറ്റൂലല്ലോ, അറിഞ്ഞൂടല്ലോ. അങ്ങനെ കണ്ണിലെ വെള്ളമൊക്കെ വന്നു. കൊച്ചിനെ കണ്ട ശേഷം സന്തോഷം ഉണ്ടായിരുന്നു, കണ്ണിലെ വെള്ളം വന്നു. പിന്നെ ചൊവ്വാഴ്ച രാവിലെ 7:31 സമയം ഇങ്ങനെ ഫസ്റ്റ് ഡെലിവറി സിസേറിയനോടെ കഴിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു അമ്മയുടെ ഡെലിവറി സ്റ്റോറി.